ശിവഗിരിയിൽ ഒരു മസ്ജിദ് പണിയാൻ ശ്രീനാരായണ ഗുരുദേവന് പ്ലാൻ ഉണ്ടായിരുന്നു. ഏതെങ്കിലും മസ്ജിദിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം ഉണ്ടാക്കുക അവിടെ സംഭവിക്കും. അപ്പോൾ ഈ അടുത്ത കാലത്താണ് നമുക്ക് ഈ ശവക്കറിക്കെതിരായിട്ട് കണ്ടമാനം റൈറ്റിങ്സൊക്കെ നമുക്ക് വരണം. ശവക്കറി കഴിക്കുന്നവൻ്റെ ഗന്ധം പോലും നമുക്ക് അറപ്പായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വല്ല വസ്തുതയുണ്ടോ? സഹോദരൻ അയ്യപ്പനോട് ശ്രീനാരായണ ഗുരുദേവൻ കഴിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നില്ല, പൈസ കൊടുത്തിട്ടില്ല 1% പോലും. ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ കുരുക്ഷേത്ര യുദ്ധത്തിൽ പകച്ചു നിൽക്കുന്ന അർജുനനോട് പറയുന്നുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്നതിന്റെ ബന്ധുക്കളാണെങ്കിലും ധർമ്മത്തിന് വേണ്ടി കാച്ചിക്കോ അർജുന. ഇത് ഞാനും പറയും. യുദ്ധഭൂമിയിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുവാണ്, വധച്ചോളം ശത്രുവിനെ കൊല്ലാൻ തന്നെ പറയും. ചിലപ്പോൾ ഓടി തന്നെ കാളാതെ തന്നെ നിൽക്കും. കൊല്ലേണ്ടി വന്നാൽ കൊല്ലാം. ഞാൻ പറയില്ല, വേറെ നിവൃത്തിയില്ല, ഞാൻ മരിക്കും. വേണ്ട, നീ ജീവിതത്തിൽ പകർത്തി കാണിച്ചിട്ടുള്ളോ? അങ്ങനെ വിചാരിച്ച ആനയുടെ ഒക്കെ കൂടെ നടന്ന പലരും ഒന്ന് ഭിത്തിയിൽ പടമായിരിക്കും. അവരധർമ്മിയായിട്ടാണ്. കണ്ണുകൊണ്ട് ആദ്യം കാണുമ്പോൾ നമുക്കൊരു സുഖമാണ്, ഒന്ന് സംസാരിക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷമാണ്, സ്പർശിക്കുമ്പോൾ ആ സ്പർശനത്തിൻ്റെ ഒരു സുഖമാണ്. നമ്മൾ ഓരോന്ന് സുഖമാണ് സുഖമാണ് സുഖമാണെന്നൊരു മുന്നോട്ട് പോകും. ഇതിനൊക്കെ നമ്മുടെ സംസ്കാരം അനുശാസിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്താൽ സംസ്കാരങ്ങൾക്ക് കാലാനുസൃതമായ മാറ്റം ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ സംസ്കാരങ്ങളിൽ പറഞ്ഞു വന്നതെല്ലാം ശരിയാണോ? 100% സതി പിന്നീട് ഉണ്ടായതാണ്. പുരാണങ്ങളിലും ഡേറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞേച്ചാൽ മതി. പുരാണങ്ങളിലൊന്നും ഇല്ല. യഥാർത്ഥ പുരാണങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനത്തെ കൃഷ്ണനും രാധയും തമ്മിൽ ഡേറ്റിംഗിലായിരുന്നു. അവർ ലിവിംഗ് ടുഗദർ നടത്തി നോക്കി, സെറ്റായില്ല, അവർ വിവാഹം കഴിച്ചില്ല. അത് ചുമ്മാ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പുരാണത്തിന് എടുത്തു വെക്കണ്ട, അത് വേണ്ട. അത് കാലാനുസൃതമായ മാറ്റങ്ങൾ സമൂഹത്തിൽ. ഇന്ന് ക്ലാസ്സിൽ ഉണ്ടായ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഈ വേണ്ട, ഞാനത് പറയണില്ല. പറയൂ, വേണ്ട, പുരാണങ്ങൾ ഇവിടെ പറയാം. ഗുരുജിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഗുരുജി ഒന്നും ഓപ്പൺ അപ്പ് ആവുന്നില്ല. ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. തസ്മൈ ഗുരുജി ഇങ്ങനെയല്ല. കഴിഞ്ഞ ഇന്റർവ്യൂകളിൽ ഗുരുജി എന്നോട് ചോദിച്ചു രോഹിത് എന്താണെന്നും ചോദിക്കാത്തത്. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടും ഗുരുജി എനിക്ക് പിടിതരാതെ വിഴിഞ്ഞു മാറുകയാണ്. ഇല്ല, വേണ്ടെന്നേ. ഗംഗാദേവിയുടെ ഒരു ഉദാഹരണമുണ്ട്. ഗംഗാദേവിക്ക് ഓരോ പുത്രന്മാരും ഉണ്ടായപ്പോൾ അതിന് കുട്ടികൾ ഓരോന്നിനെ കടലിലേക്ക് എറിഞ്ഞു. ഇതാണോ അതിൻ്റെ ധർമ്മം? അല്ല. ഒരു ഗുരു എന്ന രീതിയിൽ എനിക്കതിൻ്റെ ധർമ്മവും അധർമ്മവും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഗംഗാദേവി വിവാഹം ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് എനിക്കുണ്ടാകുന്ന കുട്ടികളെ എന്ത് ചെയ്യും എന്താണെന്നുള്ളത്. അവർ ഓരോ കുട്ടികൾക്കും മോക്ഷം നൽകുകയായിരുന്നു. അപ്പം നമ്മൾ വേറൊരു ആംഗിളിൽ കൂടെ നോക്കിയാൽ ഇതാണ് ഒരു സ്ത്രീ. അവർ കൊണ്ട് ഓരോ കൊച്ചിനെയും കടലിൽ കൊണ്ട് കളയാണ്. ഇങ്ങനെ എറിയല്ല ചെയ്തു, ഓരോ കുട്ടിക്കും മോക്ഷം നൽകുകയാണ്. അടുത്ത കുട്ടി ഉണ്ടായപ്പോൾ നോ എന്ന് പറഞ്ഞപ്പോൾ അതിനെ കൊണ്ടുപോയി വളർത്തി വലുതാക്കി ബ്രഹ്മജ്ഞാനിയായിട്ട് തിരിച്ചു കൊണ്ട് കൊടുക്കുക ചെയ്തു. അപ്പോൾ അമ്മയുടെ കഴിവ് മനസ്സിലാവണം. ഒരു കുട്ടിയെ കടലിൽ എറിഞ്ഞ് മോക്ഷം കൊടുത്തിട്ട് മറ്റൊരു കുട്ടിയെ വളർത്തി അത് മോക്ഷം കൊടുക്കാൻ കഴിവുണ്ട്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമ്മളൊരു പ്യുവറിറ്റിയോടുകൂടി ഈ പ്യുവറിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ കാര്യം പറഞ്ഞത്. ഏത് SMS മെഡിറ്റേഷൻ ചെയ്യുന്നവൻ്റെ ഉള്ളിലെ ക്വാളിറ്റി മാറുന്നു പറഞ്ഞു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ വാദം. ഞാനെങ്കിലും അങ്ങ് അതിനുശേഷം പറഞ്ഞ വാദത്തിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഡേറ്റിംഗ് ആപ്പുകൾ ഡേറ്റിംഗ് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയാണോ പെൺകുട്ടി ഡേറ്റിങ്ങിന് പോണത്, ആൺകുട്ടി ഡേറ്റിങ്ങിന് പോണത്? ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ശാരീരിക ബന്ധം അല്ലല്ലോ. ആണോ അല്ലയോ എന്നുള്ളതല്ല, ഇതൊരു കോംപ്ലിക്കേറ്റഡ് മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് അതുകൊണ്ട് ഗുണമുള്ളത്? ഒരു കുട്ടിയും രണ്ടു കൂട്ടരും നാളെ ഇരുന്ന് കരയാൻ പോവാം. അല്ല, ഒരു ഡേറ്റിങ്ങിന് പോയാൽ എങ്ങനെയാണ് കരയാറുള്ളതല്ലോ? അതിലേക്കുള്ള സാധ്യതകൾ മാത്രം തുറക്കുന്ന ഒരു സംഭവം. അതാണ് പറയുന്നത്. ഇന്ന് ഒരു കോഫി ഡേറ്റ് ഇതേ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു. കണ്ണുകൊണ്ട് ആദ്യം കാണുമ്പോൾ നമുക്കൊരു സുഖമാണ്, ഒന്ന് സംസാരിക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷമാണ്, സ്പർശിക്കുമ്പോൾ ആ സ്പർശനത്തിൻ്റെ ഒരു സുഖമാണ്. നമ്മൾ ഓരോന്ന് സുഖമാണ് സുഖമാണ് സുഖമാണെന്നൊരു മുന്നോട്ട് പോകും. അവസാനം അത് ദുഃഖത്തിൽ അവസാനിക്കുന്നത്. ഇത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് കൃത്യമായിട്ട് പറയും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. രണ്ട് പേര്, എവിടെയോ കിടക്കുന്ന ഒരാണോ എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണും ഒരു ബ്രോക്കർ വഴിയോ ഒരു മാട്രിമോണി സൈറ്റ് വഴിയോ കല്യാണം ആലോചിക്കുന്നു. ഇന്ന് മാട്രിമോണി സൈറ്റിൽ പോലും ചാറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവർ വീട്ടുകാർ പെണ്ണ് കാണുന്നു, കല്യാണം ഉറപ്പിക്കുന്നു. കല്യാണത്തിൻ്റെ അന്ന് താലി കെട്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആദ്യ രാത്രിയിൽ ആ പെൺകുട്ടിയുടെ ആഗ്രഹങ്ങളെ പറ്റി ഒക്കെ ചോദിക്കുന്നതാണോ നല്ലത്? ഈ കല്യാണമൊക്കെ ഉറപ്പിക്കുന്നതിന് മുമ്പ് ആണും പെണ്ണും ഒരിടത്ത് വെച്ച് കാണുന്നു, സംസാരിക്കുന്നു, ഇവരുടെ ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ സെറ്റാവുമെന്ന് നോക്കുന്നു, അതിനുശേഷം ആ റിലേഷൻഷിപ്പ് വളർത്തിക്കൊണ്ടു പോകുന്നതാണോ? ഇതിനൊക്കെ നമ്മുടെ സംസ്കാരം അനുശാസിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്താൽ സംസ്കാരങ്ങൾക്ക് കാലാനുസൃതമായ മാറ്റം ഉണ്ടാകില്ല, ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ സംസ്കാരങ്ങളിൽ പറഞ്ഞു വന്നതെല്ലാം ശരിയാണോ? 100% സത്യം. സതി പിന്നീട് ഉണ്ടായതാണ്.
അത് ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ്. അത് അങ്ങനെ നമ്മുടെ സംസ്കാരത്തിൽ പറഞ്ഞതെല്ലാം കാലാനുസൃതമായി ഉണ്ടായി അല്ല, വന്നത് അത് ഉണ്ടാക്കിയതും ഉണ്ടാവണം തമ്മിൽ വ്യത്യാസമുണ്ട്. റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ച ചില കാര്യം പറയും. ഇതൊന്നും ഞാൻ വെറുതെ എടുത്ത് പറഞ്ഞതല്ല. ഈ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഒരു സ്ഥലത്തും മൃഗങ്ങളെ ബലി ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അവിടെ ബലി എന്ന് പറയുന്ന വാക്ക് എവിടെയാണെന്നറിയാമോ? ഒരു ഗ്രാമത്തിൽ നല്ല പശുക്കുട്ടിയോ നല്ല കാളയോ ഉണ്ടെങ്കിൽ അതിന് ബലി ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ബലി എന്ന് വെച്ചാൽ ഇതല്ല, ദാനം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അത് രാജാവിൻ്റെ അനുവാദത്തോടു കൂടി ബലി ചെയ്യണമെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വിട്ടുകൊടുക്കണം. അപ്പം നല്ലൊരു ക്വാളിറ്റിയുള്ള പശുക്കിടാവും ഒരു മൂരിക്കിടാവും ഉണ്ടെങ്കിൽ അതിനെ വിത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന് വേണ്ടി ദാനം ചെയ്യാണ്. അതിലൂടെ നല്ല തലമുറകളുണ്ടാവും. ഒരു കൊതുകിനെ പോലും ഒരു എറുമ്പിനെ പോലും വേദനിപ്പിക്കരുതെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഋഷി പരമ്പര ഒരു സ്ഥലത്തും ഒരു ജീവിയെ കൊല്ലുന്നത് പറഞ്ഞിട്ടില്ല. ആവശ്യത്തിന് ഓരോരുത്തർ വളച്ചൊടിക്കുന്നതാണ്. അതിനു മുമ്പ് ശ്രീനാരായണ ഗുരുദേവന്റെ കാലഘട്ടങ്ങൾക്ക് മുമ്പ്, ഋഷി പരമ്പരകൾക്ക് മുമ്പിൽ നമ്മൾ പഠിച്ച പുരാണത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ കുരുക്ഷേത്ര യുദ്ധത്തിൽ പകച്ചു നിൽക്കുന്ന അർജുനനോട് പറയുന്നുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്നതിൻ്റെ ബന്ധുക്കളാണെങ്കിൽ ധർമ്മത്തിന് വേണ്ടി കാച്ചിക്കോ അർജുന എന്ന് പറയുന്നുണ്ട്. ഇത് ഞാനും പറയും. യുദ്ധഭൂമിയിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പതച്ചു നിൽക്കുന്ന പട്ടാളക്കാരുണ്ട്, ഞാൻ അവരോട് പറയും നിന്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുവാണ്, പതച്ചോളാൻ, ശത്രുവിനെ കൊല്ലാൻ തന്നെ പറയും. കാരണം വിവേകമുള്ളതാണ് മനുഷ്യൻ, ഇല്ലേ? അവൻ ധർമ്മത്തിലാണ് ജീവിക്കണമെങ്കിൽ അവന് പകയില്ല. നമ്മുടെ മേളിലേക്ക് മെക്കെട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഓടും. ഗുരുജി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, ഒരു മൂരി ഒരു കാളയോ പോത്തോ പേ പിടിച്ച് ഓടി വരികയാണ്, വയലൻ്റാണ്, കുത്തും. ഒറ്റ ഓപ്ഷനുള്ളൂ, എൻ്റെ ഒരു തോക്കുണ്ട് അല്ലെങ്കിൽ ഗുരുജിയുടെ ഒരു തോക്കുണ്ട്, വെടിവെച്ച് കൊല്ലാം. വേറെ ഓപ്ഷൻ ഇല്ല, ഓടിയാലും പിടിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും നമ്മൾ? അങ്ങനെ സാഹചര്യം വന്നിട്ടില്ലല്ലോ. അത് ഞാൻ ചോദിക്കുകയാണ്. അവന്റെ ശത്രുവാണ്, അവനെ കൊല്ലും. ഞാൻ ഒരിക്കലും എനിക്ക് അതിനോട് പകയില്ല. അതാ പറഞ്ഞ ഒരു ഡിപ്ലോമാറ്റിക് ആൻസർ പറയുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം അതൊരു സാഹചര്യം ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഓടുന്നു പറയാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിൽക്കുന്നു പറയാം. ഇതൊന്നും അല്ല അതിൻ്റെ ആൻസർ. ആ സമയത്ത് ആ സാഹചര്യത്തിൽ എന്താണോ വേണ്ടത് അത് പ്രപഞ്ചം അതിനനുസരിച്ച് പെരുമാറും. ചിലപ്പോൾ ഓടി വന്ന കാളത് തന്നെ നിൽക്കും. കൊല്ലേണ്ടി വന്നാൽ കൊല്ലാമോ? ഞാൻ പറയില്ല, വേറെ നിവൃത്തിയില്ല, ഞാൻ മരിക്കും. വേണ്ട, ഞാൻ കൊല്ലേണ്ടി വരില്ല, നിങ്ങളെ കൊല്ലൂല, നിങ്ങളെ കൊല്ലില്ല. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ, ഇത് വെറുതെ പറഞ്ഞല്ല, ഇത് ബുദ്ധഭഗവാൻ ജീവിതത്തിൽ പകർത്തി കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വിചാരിച്ച ആനയുടെ ഒക്കെ കൂടെ നടന്ന പലരും ഇന്ന് ഭിത്തിയിൽ പടം. അവർ അധർമ്മിയായിട്ടാണ്. നമ്മൾ ധർമ്മത്തിലാണ് ജീവിക്കണമെങ്കിൽ നമ്മളെ ധർമ്മമാണ് സംരക്ഷിക്കുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാൻ, വളരെ ചെറിയൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമുക്കൊരു വീടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. നമ്മുടെ ആലപ്പുഴയല്ല, വർക്കല സൈഡിലൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരു ബ്രോക്കറെ കണ്ടു. അപ്പോൾ ആ ബ്രോക്കർ ഓണറുടെ കയ്യിൽ നിന്ന് 7,000 രൂപയ്ക്കാണ് പുള്ളിക്ക് കിട്ടുന്നത്. അത് പുള്ളി 8 രൂപയും കൂടെ ചേർത്ത് വെച്ച് 15 രൂപയ്ക്ക് നമുക്ക് തരികയാണ്. ഇതൊന്നും നമുക്കറിയണില്ല. ആളുടെ രീതി എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞോളൂ. ഞാൻ ഇവിടെ നിന്നുണ്ട്, ഹരിയും വേറൊരാളും കൂടെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് അവരുടെ അടുത്ത് നിന്ന് എടുക്കണ്ട കേട്ടോ, ഇത് ശരിയല്ല അയാളെന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞോളൂ. വൈകുന്നേരത്തിനുള്ളിൽ അവരെ പ്രപഞ്ചം അത് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നു. നമ്മൾ യാത്ര ചെയ്ത് പല വീടുകൾ നോക്കിയ കൂട്ടത്തിൽ വേറൊരു വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ആ വീട്ടിൽ പോയായിരുന്നില്ലേ, ആ വീടിൻ്റെ ഉടമസ്ഥൻ എൻ്റെ സുഹൃത്താന്ന് പറഞ്ഞ് നേരെ അയാളെ അങ്ങ് വിളിച്ചു. അതിൻ്റെ വാടക 7,000, ഡെപ്പോസിറ്റ് 20,000. ഈ ഇടയിൽ നിൽക്കുന്ന പുള്ളിക്ക് എല്ലാ മാസവും 8,000 രൂപയും 50,000 രൂപ 30,000 രൂപ പുള്ളിയുടെ ഡെപ്പോസിറ്റാണ്. അപ്പോൾ ആ പുള്ളി ചെയ്യുന്ന അധർമ്മം നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നില്ലേ? അത് അധർമ്മമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ അത് അധർമ്മല്ലേ? അയാളുടെ ബിസിനസ് അല്ലേ? ഒരു പക്ഷേ അവിടെ ഒരു വാടകക്കാരൻ വരാതെ പോകുന്ന മാസങ്ങളിൽ അയാൾ കയ്യിൽ നിന്ന് വാടക കൊടുക്കണം, അയാളുടെ ബിസിനസ്സാണ്. ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ ധർമ്മമാക്കാൻ വേണ്ടി വളച്ചു പിടിക്കാം. നമുക്കൊരു ബ്രോക്കറേജ് മേടിക്കാം, എത്ര 2%, 5%, 10%. ഒരു ബിസിനസ്സിലെ മിനിമം ലാഭം 30% ഉണ്ടെങ്കിൽ ആ ബിസിനസ് ഓടുള്ളൂ. ശരി, ആ 30% മേടിച്ചോ, കുഴപ്പമില്ല. പക്ഷെ എല്ലാ മാസവും ഇരട്ടി കാശി കൂടുതൽ മേടിക്കുമ്പോൾ 7,000, 8,000 തമ്മിലുള്ള വ്യത്യാസം. ബിൽഡിംഗ് ഓണറുടെ കഴിവുകേട്. ഒരു കഴിവുകേടുമല്ല, വിശ്വസിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ രോഹിതിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രോഹിതിൻ്റെ അടുത്ത് പൈസ അടിച്ചു മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കഴിവെന്ന് പറയല്ലേ? നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ പറ്റിക്കുകയാണ്. അവിടെ ഒരു ജോലി ചെയ്യുന്നില്ലേ അയാൾ? വാടകക്കാരനെ കണ്ടെത്തുന്നു, അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അയാൾക്കോടൊപ്പം നിൽക്കുന്നു. ബിൽഡിംഗ് ഓണർ ഒന്നും അറിയുന്നില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ 7,000 രൂപ അറിയണമൊക്കെ ഉണ്ട്. ഇത് ധർമാധർമ്മം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. ഈ അധർമ്മത്തിൻ്റെ പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അധർമ്മം കൊണ്ട് നമ്മൾ എന്ത് നേടിയാലും നമുക്ക് ജീവിതത്തിൽ ശാശ്വത സന്തോഷം ഉണ്ടാവില്ല. ഈ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷനെ പറ്റി പറയുന്നത്, വേറെ ഒന്നുമില്ല.
ശാശ്വതമായിട്ട് നമുക്ക് എന്താ വേണ്ടേ? എൻഡ് ഓഫ് ദ ഡേ നമുക്ക് സന്തോഷമായിട്ടിരിക്കണം. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരുപാട് ആചാര്യന്മാരെ കണ്ടിട്ടുണ്ട്. മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നതുമായിട്ടുള്ള കുറേ ആചാര്യന്മാർ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവരാണ്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ പോയിട്ട് ആഹാരം കഴിച്ചിട്ട് വന്നാലോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഇവിടെ അടുത്തെങ്കിലും നല്ല വെജിറ്റേറിയൻ ഹോട്ടലൊന്നും ഇല്ല. ഞാൻ ഉച്ചയ്ക്ക് പറ്റുമെങ്കിൽ ആഹാരം സ്കിപ്പ് ചെയ്യാറാണ്, അതുപോലെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഒഴിവാക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടൽ വേണ്ട, ഏതായാലും മതി. അതിനിപ്പോൾ അല്ല ഞാൻ ഗുരു അത് ഞാൻ നോൺ വെജ് കഴിക്കും, എനിക്കെന്താ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെയും മെഡിറ്റേഷൻ വർക്കൗട്ട് ആവുന്നുണ്ട്. ആവില്ല, പറയലുള്ളൂ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കാനല്ല. നമ്മുടെ ബേസ് വേണ്ട ഒരു സാധനമുണ്ട്, പഞ്ചശുദ്ധി പഞ്ചധർമ്മം. ഇതില്ല എന്നുണ്ടെങ്കിൽ കുണ്ടലിനി എനർജി എന്ന് പറഞ്ഞ സാധനം അനങ്ങില്ല. ഞാൻ എഴുതി ഒപ്പുവെച്ച് തരാം. ജനിച്ച കാലം മുതൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വരെ നോൺ വെജ് കഴിക്കാത്ത, തൈര് മാത്രം കൂട്ടി ആഹാരത്തിന് തൈര് മാത്രം കൂട്ടി ആഹാരം കഴിക്കുന്ന ഒരാൾ, അതേ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാനെ പൂജിക്കുന്ന ഒരാൾ, ഈ അടുത്തൊരു അറസ്റ്റിലായി. കേസ് ശബരിമലയിൽ നിന്ന് കോടികളുടെ വിലയുള്ള സ്വർണം അടിച്ചു മാറ്റിയതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പം ആഹാരവും ധർമ്മവും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. നമുക്ക് നോക്ക്, ഇതെല്ലാം ഓരോ പടികളാണ്. നമ്മൾ ആദ്യം നമ്മുടെ 5 തരത്തിലുള്ള കോശങ്ങളുണ്ട്. നമ്മുടെ കോശം ഡെവലപ്പ് ചെയ്യണത് ആ പ്രോപ്പറായ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ ധർമ്മം ഉണ്ടാവും. ഇപ്പോൾ ഒരു കുട്ടി 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള സമയത്ത് ആ കൊച്ചിന് അന്നമയ കോശത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിന് നല്ല പുഷ്ടിയുള്ള ഭക്ഷണം, നല്ല രീതിയിലുള്ള അന്നത്തിലൂടെയാണ് അതിന് അറിവ് എത്തുന്നത്. അപ്പോൾ അതിന് വളർത്തുന്ന സംസ്കാരം, ഇതെല്ലാം അതിലേക്ക് വരുന്നതൊക്കെ അന്നത്തിൽ ബേസായിട്ടുള്ളതാണ്. ഇത് ഓരോ ഏജിലും കൊടുക്കാതെ കുറേ കാലം മന്ത്രം ചൊല്ലി നടന്നവർ ഒരാളിലും ബേസിക്, എൻ്റെ ബേസ് എങ്ങനെയാവട്ടെ. ഞാൻ കള്ളുഷാപ്പിൽ പോയിരുന്നു കള്ളു കുടിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പകാലങ്ങളിൽ കുസൃതി ചെയ്തിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്രഹ്മം എന്താണെന്ന് അറിഞ്ഞ ശേഷം ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ തെറ്റുകളൊക്കെ ചെയ്തവർക്കും ബ്രഹ്മം എന്താണെന്ന് അറിയാൻ പറ്റുമെന്ന് അങ്ങയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 100%. അപ്പോൾ ഞങ്ങളുടെയൊക്കെ നല്ല പ്രായത്തിലല്ലേ ഞങ്ങളിതൊക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് കുറച്ച് കഴിച്ചിട്ട് ബ്രഹ്മം എന്തെന്ന് അറിഞ്ഞാൽ പോലെ. അല്ല, ഇത് വ്യത്യാസം പറയാം. നമ്മൾ ഒരു നിയമം അറിഞ്ഞാൽ പിന്നെ ആ നിയമത്തിനനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ഇന്ന് അറിഞ്ഞു വന്നിട്ട് പറയുകയാണ് ഞാനൊരു 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ നിയമം പാലിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങയുടെ അഭിപ്രായത്തിൽ അങ്ങ് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, കുറിച്ച് പഠിക്കാതിരുന്നത്? എനിക്ക് ഒന്നും അറിയില്ല രോഹിത്ത്. ഞാൻ എന്തോരം അന്വേഷിച്ചിട്ടുണ്ടെന്നറിയാം. ഞാൻ ഈ പറയുന്ന സ്വാമിമാരുടെ അടുത്ത്, പണ്ഡിതന്മാരുടെ അടുത്ത് ഒക്കെ പോയി ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയും നിങ്ങൾക്ക് നിർബന്ധമാണ് ഈ ചെറിയ മീൻ കഴിച്ചോ, വല്ലപ്പോഴും ചിക്കൻ കഴിച്ചു എന്ന് കരുതി കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു തരിക. എനിക്ക് ജ്ഞാനം കിട്ടിയപ്പോഴാണ് എനിക്ക് വെളിവ് വന്നത്, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ മനസ്സിലാക്കിയത് പച്ചക്കറിയും മത്സ്യമാംസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ശ്രീനാരായണ ഗുരുദേവൻ നോൺ വെജിനെതിരായിരുന്നു. ഈ ഗുരുദേവൻ കഴിക്കുമെന്ന് ഞാൻ ചോദിച്ചതല്ല, അദ്ദേഹം അതിനെതിരായിരുന്നു. 100% എതിരായിരുന്നു. അങ്ങനെ അല്ല എന്ന് പല പ്രമുഖന്മാരും പറഞ്ഞു. ചുമ്മാതെ പറയണ. ഈ അടുത്തിടെ, അതായത് എനിക്ക് തോന്നുന്നു 1 മാസം മുൻപാണ്, എൻ്റെ ഉള്ളിൽ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. കാരണം ഗുരുദേവൻ എന്നും എനിക്കൊരു റോൾ മോഡലാണ്. ഞാൻ അറിഞ്ഞ കാലം മുതൽ, ചെറുപ്പത്തിലെ മുതലല്ല. ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവന് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റണില്ല. അപ്പോൾ ഈ അടുത്ത കാലത്താണ് നമുക്ക് ഈ ശവക്കറിക്കെതിരായിട്ട് കണ്ടമാനം റൈറ്റിങ്സൊക്കെ നമുക്ക് വരേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി, ഒന്ന് മനസ്സിൽ വല്ലായ്മ തോന്നുക. ഈ ഒരാൾ ശവക്കറി കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ എല്ലാവരും ഗുരുദേവന് ശവക്കറിയുടെ പേര് പറഞ്ഞ് കണക്ട് ചെയ്യണത്, സഹോദരൻ അയ്യപ്പൻ. എൻ്റെ ഉള്ളിലൊരു ദുഃഖം കിടപ്പുണ്ടായിരുന്നു. ചോദ്യമൊന്നുമല്ല. ഒരു ദിവസം വെളുപ്പിന് 2 മണിക്ക് ഞാൻ നമ്മുടെ ആശ്രമത്തിൻ്റെ പുറത്തിറങ്ങിയിരുന്നു. തുറന്ന ആകാശത്തിന് ധ്യാനിച്ചിരിക്കുക. എൻ്റെ ഉള്ളിൽ 2 കാര്യം ഗുരുദേവൻ പറഞ്ഞു. ഒരു ബന്ധമുള്ള കാര്യമല്ലേ, ഇതെൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായില്ല. ഒന്ന് പറഞ്ഞത്, ഞാൻ ഒരാൾക്കും 1 രൂപ കൊടുത്തിട്ടില്ല. അതാരാന്ന് മനസ്സിലായല്ലോ. സഹോദരനയ്യപ്പനാണ് 1 രൂപ നോൺ വെജ് കഴിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞത്, ശവക്കറി കഴിക്കാൻ. രണ്ടാമത് പറഞ്ഞത്, ശവക്കറി കഴിക്കുന്നവൻ്റെ ഗന്ധം പോലും നമുക്ക് അറപ്പായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വല്ല വസ്തുതയുണ്ടോ? സഹോദരൻ അയ്യപ്പനോട് ശ്രീനാരായണ ഗുരുദേവൻ കഴിച്ചിട്ടുണ്ടാവും. ഞാൻ പറയാനില്ല, പൈസ കൊടുത്തിട്ടില്ല. 1% പോലും, 100% വിട്ടോ, 1% പോലും സ്കോപ്പില്ല. ആരെഴുതി പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ശിവഗിരിയിൽ ഒരു മസ്ജിദ് പണിയാൻ ശ്രീനാരായണ ഗുരുദേവന് പ്ലാൻ ഉണ്ടാവില്ല. ഉണ്ടായിരുന്നു. ചുമ്മാ പറഞ്ഞു, അതിന് കുഴപ്പമില്ല. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഇതിപ്പോൾ ഒരു പുതിയ എന്താ പറയുക സിസ്റ്റം ഉണ്ടാക്കി കൊണ്ടുവരാനേ ഉണ്ടായിക്കോട്ടെ. ഏതെങ്കിലും മസ്ജിദിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം ഉണ്ടാക്കാൻ അവിടെ സമ്മതിക്കുന്നുണ്ടോ? പിന്നെ എന്തിനു വേണ്ടി?
ഒരു അമ്പലത്തിന്റെ പരിസരത്ത് ഒരു മസ്ജിദ് ഇരുന്നാൽ അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി. എന്തിനാണെന്ന് ആവശ്യമുണ്ട്. ആവശ്യങ്ങൾ പറഞ്ഞുതരാം.